നമ്മൾ രാത്രിയുടെ ഇരുണ്ട ആകാശത്ത് നോക്കുമ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മിന്നി മറയുന്നത് കാണാം. എന്നാൽ അവയിൽ ഒന്നു മാത്രം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെയും ഭൂമിയിലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു. അത് സൂര്യനാണ്. പുരാതന കാലങ്ങളിൽ മനുഷ്യൻ സൂര്യനെ ദൈവമായി ആരാധിച്ചു. കഥകളിലും പുരാണങ്ങളിലും ഉൾപ്പെടുത്തി. കാരണം സൂര്യൻ്റെ പ്രകാശമില്ലെങ്കിൽ ഭൂമി ഇരുട്ടിലാഴ്ത്തപ്പെടും. ചൂടില്ലെങ്കിൽ ഭൂമി മരുഭൂമിയായി മാറും. എന്നാൽ ഇന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു, സൂര്യൻ വെറുമൊരു പ്രകാശഗോളം മാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഹൃദയം, ജീവൻ്റെ ഉറവിടം, നമ്മുടെ നിലനിൽപ്പിൻ്റെ കാരണം ഇതെല്ലാമാണ്. സൂര്യനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി സൂര്യൻ്റെ സമീപത്തേക്ക് പേടകങ്ങൾ അയക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ. സൂര്യൻ്റെ അന്തരീക്ഷം, ഘടന, ശക്തി, ഉള്ളിലുള്ള മഹാത്ഭുതങ്ങൾ ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ആദ്യം നമുക്ക് സൂര്യനെ അടുത്തറിയാം. ഭൂമി ഉൾക്കൊള്ളുന്ന ഗ്രഹതാര സഞ്ചയമായ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. ഏകദേശം 13,92,684 കിലോമീറ്ററോളമാണ് സൂര്യൻ്റെ ആകെ വ്യാസം. ഇത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ 109 മടങ്ങോളം വലിപ്പം വരും. സൗരയൂഥത്തിൻ്റെ ആകെ മാസിൻ്റെ 99.86% സൂര്യനിലാണ് അടങ്ങിയിരിക്കുന്നത്. മിച്ചമുള്ളതിൽ പകുതി മാസവും ജൂപ്പിറ്ററിൻ്റേതുമാണ്. സൗരയൂഥത്തിൽ ബാക്കിയുള്ള ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും ധൂമകേതുക്കളും എല്ലാം കൂട്ടിവെച്ചാലും ആകെ മാസിൻ്റെ 0.1% മാത്രമേ ആകുന്നുള്ളൂ. സൂര്യൻ്റെ മാസിൽ 3/4 ഭാഗവും ഹൈഡ്രജനാണ്. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഹീലിയമാണ്. 2% താഴെ മാത്രമേ ഇരുമ്പും ഓക്സിജനും കാർബണും നിയോണും എന്നിങ്ങനെ മറ്റു സകല മൂലകങ്ങളും വരുന്നുള്ളൂ. നക്ഷത്രങ്ങളുടെ സ്പെക്ട്രൽ വർഗീകരണം അനുസരിച്ച് സൂര്യനെ G2V എന്ന സ്പെക്ട്രൽ ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപ്രകാരം സൂര്യൻ ഒരു മഞ്ഞ നക്ഷത്രമാണ്. സൂര്യൻ്റെ വികിരണങ്ങളിൽ ഭൂരിഭാഗവും ദൃശ്യവർണ്ണരാജിയിലെ മഞ്ഞ, പച്ച എന്നിവകൾക്കിടയിലുള്ള വികിരണങ്ങളായതിനാലാണിത്. സൂര്യൻ്റെ യഥാർത്ഥ നിറം വെള്ള നിറമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വിസരണങ്ങൾ മൂലമാണ് നമ്മൾ സൂര്യനെ മഞ്ഞ നിറത്തിൽ കാണുന്നത്. സൂര്യൻ G2V എന്ന സ്പെക്ട്രൽ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ G2 സൂചിപ്പിക്കുന്നത് ഉപരിതല താപനില 5780 കെൽവിൻ അഥവാ 5510 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. V എന്ന റോമൻ അക്കം സൂചിപ്പിക്കുന്നത് മറ്റു ഭൂരിഭാഗം നക്ഷത്രങ്ങളിലെയും എന്ന പോലെ തന്നെ ഹൈഡ്രജൻ ആറ്റങ്ങളെ ഹീലിയമാക്കി മാറ്റുന്ന പ്രക്രിയയിലൂടെ ഊർജോൽപാദനം നടത്തുന്ന മുഖ്യ ശ്രേണിയിൽപ്പെട്ട ഒരു നക്ഷത്രം എന്നാണ്. മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അപ്രധാനവും വളരെ ചെറുതുമായൊരു നക്ഷത്രമാണെങ്കിലും സൂര്യൻ ആകാശഗംഗയിലെ 85% നക്ഷത്രങ്ങളെക്കാളും തിളക്കമുള്ളതാണ്. ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന 5 നക്ഷത്ര വ്യവസ്ഥകളിൽ മാസുകൊണ്ട് സൂര്യൻ 4ാം സ്ഥാനക്കാരനാണ്. ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും 24,000 മുതൽ 26,000 പ്രകാശവർഷങ്ങൾ അകലത്തിലൂടെയാണ് സൂര്യൻ പരിക്രമണം ചെയ്യുന്നത്. ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ 22 മുതൽ 25 കോടി വർഷങ്ങളോളം എടുക്കും. സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് 14.96 കോടി കിലോമീറ്ററുകൾ അകലെയാണ്. അതായത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലം. ഇനി നമുക്ക് സൂര്യൻ്റെ ഘടന കാണാം. സൂര്യൻ്റെ ആന്തരിക ഭാഗത്ത് 3 പാളികളാണുള്ളത്: കോർ, റേഡിയേറ്റീവ് സോൺ, കൺവെക്റ്റീവ് സോൺ. സൂര്യൻ്റെ ഏറ്റവും മധ്യഭാഗമാണ് കോർ അഥവാ കാമ്പ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിപ്രവർത്തനത്തിലൂടെ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന മേഖലയാണിത്. ഈ മേഖലയിലെ താപനില 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. റേഡിയേറ്റീവ് സോൺ അഥവാ വികിരണ മേഖല കാമ്പിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. റേഡിയേറ്റീവ് ഡിഫ്യൂഷനിലൂടെയും തെർമൽ കണ്ടക്ഷനിലൂടെയും ഈ മേഖലയിലൂടെ ഊർജം പുറത്തു പോകും. ഫോട്ടോണുകൾ വഴി വൈദ്യുത കാന്തിക വികിരണത്തിൻ്റെ രൂപത്തിൽ അത് സഞ്ചരിക്കും. കൺവെക്റ്റീവ് സോൺ അഥവാ സംവഹന മേഖല സൂര്യൻ്റെ ആന്തരിക ഭാഗത്തിൻ്റെ പുറം പാളിയാണ് ഈ മേഖല. ഊർജം കൈമാറുവാൻ കൺവെക്റ്റീവ് മോഡാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇതിൻ്റെ താഴെയുള്ള താപനില ഏകദേശം 2 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസോളമാണ്. ഇനിയുള്ളത് സൂര്യൻ്റെ അന്തരീക്ഷമാണ്. അന്തരീക്ഷം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 6 പാളികൾ കൊണ്ടാണ്: ഫോട്ടോസ്ഫിയർ, സൺസ്പോട്സ്,
ക്രോമോസ്ഫിയർ, കൊറോണ, സോളാർ ഫ്ലയേഴ്സ്, സോളാർ വിൻഡ്. ഫോട്ടോസ്ഫിയറിന് ഏകദേശം 500 കിലോമീറ്ററോളം കട്ടിയുണ്ട്. സൂര്യനിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്ന എല്ലാ ദൃശ്യപ്രകാശവും ഈ പാളിയിൽ നിന്നുമാണ് വരുന്നത്. ഇവിടെ താപനില ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസോളമാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഏറ്റവും തണുത്ത ഭാഗം എന്നാണ് ഫോട്ടോസ്ഫിയർ അറിയപ്പെടുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ഇരുണ്ട പാടുകളാണ് സൺസ്പോട്ടുകൾ. ഉപരിതലത്തിലെ തീവ്രമായ കാന്തിക ക്ഷേത്രങ്ങൾ മൂലം ഈ പ്രദേശം മറ്റു പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ഇരുണ്ടതായും തണുത്തതായും മാറും. ഫോട്ടോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലായി കാണപ്പെടുന്ന പാളിയാണ് ക്രോമോസ്ഫിയർ. സൂര്യന് നിറം നൽകുന്നത് ക്രോമോസ്ഫിയർ ആണെന്നാണ് കരുതപ്പെടുന്നത്. സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് ക്രോമോസ്ഫിയറിൽ നിന്നുള്ള പ്രകാശം കാണുവാൻ സാധിക്കും. ക്രോമോസ്ഫിയറിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഇത് വെളുത്ത് തിളങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കാന്തിക ഊർജം പെട്ടെന്ന് പുറത്തു വരുമ്പോൾ ഇടിമിന്നലും വലിയ തെളിച്ചവും സംഭവിക്കും. ഇതിനെ സോളാർ ഫ്ലയറുകൾ അഥവാ സൗരജ്വാലകൾ എന്നാണ് വിളിക്കുന്നത്. സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ വളരെ തെളിച്ചത്തിൽ ഈ സോളാർ ഫ്ലയറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഊർജ്ജസ്വലവും ചാർജറുമായ കണങ്ങളുടെ വളരെ ഉയർന്ന വേഗതയിലുള്ള പ്രവാഹമാണ് സോളാർ വിൻഡ് അഥവാ സൗരവാതം. ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസോളം താപനിലയിൽ സെക്കൻഡിൽ 900 കിലോമീറ്റർ എന്ന വലിയ വേഗതയിലാണ് ഇവ പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെ സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ചാർജർ കണങ്ങൾ പുറത്തേക്ക് പോകുന്ന ഈ പ്രക്രിയ നിരന്തരമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സോളാർ വിൻഡിലൂടെ ഏകദേശം 19 ലക്ഷം ടണ്ണോളം പദാർത്ഥമാണ് സൂര്യനിൽ നിന്നും ഓരോ സെക്കൻഡിലും പുറത്തേക്ക് പോകുന്നത്. സൂര്യൻ്റെ കോർഭാഗത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിപ്രവർത്തനം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അതിലൂടെ പുറത്തു വരുന്ന അതിശക്തമായ ഊർജം മൂലം കോറിന് പുറത്തുള്ള പ്ലാസ്മ ഇളകി മറിയുകയാണ്. ചാർജർ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്ലാസ്മ ഇതുപോലെ നിരന്തരം ഇളകി മറിയുമ്പോൾ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡുകൾ പരസ്പരം ചുറ്റിപ്പിണയും. ഇതിൻ്റെ ഫലമായി അവ കൂട്ടിയിടിക്കുകയും ചെയ്യും. ആ കൂട്ടിയിടിയുടെ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ പൊട്ടിപ്പോവുകയും അതിൽ നിന്നും ഊർജം മുഴുവൻ പുറത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ പുറപ്പെടുന്ന എനർജിയാണ് സോളാർ ഫ്ലയറുകൾ. ഇവ സഞ്ചരിക്കുന്നത് പ്രകാശ വേഗതയിലാണ്. ശരാശരി 11 വർഷങ്ങളുടെ ഇടവേളകളിൽ സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം നേരെ തിരിയും. അതുവരെ ഉണ്ടായിരുന്ന നോർത്ത് സൗത്തായി മാറുകയും സൗത്ത് നോർത്തായി മാറുകയും ചെയ്യും. ഇതാണ് സോളാർ മാഗ്നറ്റിക് ആക്ടിവിറ്റി സൈക്കിൾ, സൺസ്പോട്ട് സൈക്കിൾ, ഷ്വാബെ സൈക്കിൾ എന്നെല്ലാം അറിയപ്പെടുന്ന സോളാർ സൈക്കിൾ അഥവാ സൗരചക്രം. ഓരോ സോളാർ സൈക്കിളിലും സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം ചലിക്കുന്നുണ്ട്. സൗരചക്രം അതിൻ്റെ പരമാവധിയിലെത്തുമ്പോഴാണ് ഈ ചലനം സംഭവിക്കുന്നത്. 2 സൗരചക്രങ്ങൾക്ക് ശേഷം സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലായി മാറും. ഈ സോളാർ സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് സൂര്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളുടെ തീവ്രത വളരെയേറെ കുറവായിരിക്കും. ഇതിനെ സോളാർ മിനിമം എന്നാണ് പറയുന്നത്. എന്നാൽ സോളാർ സൈക്കിൾ അവസാനിക്കുന്ന സമയത്ത് സൂര്യനിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ എല്ലാം തീവ്രത വളരെയേറെ കൂടുതലായിരിക്കും. ഇതിനെ സോളാർ മാക്സിമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോളാർ സൈക്കിൾ 25 ആണ്. കാരണം ആദ്യമായി സോളാർ സൈക്കിൾ മനസ്സിലാക്കി റെക്കോർഡ് ചെയ്തത് 1725-ലായിരുന്നു. അന്നു മുതൽ സംഭവിച്ച സോളാർ സൈക്കിളുകളെല്ലാം കണക്കുകൂട്ടിയാണ് ഇന്ന് സോളാർ സൈക്കിൾ 25 ആണ് എന്ന് പറയുന്നത്. ഈ സൗരചക്രം ആരംഭിച്ചത് 2019-ലാണ്. എന്നാൽ ഈ സോളാർ സൈക്കിൾ അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചേരുന്നത് ഈ വർഷമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സൂര്യപ്രകാശം ഒരുപാട് പഴയതാണ്. പ്രകാശം നമുക്കറിയാവുന്ന ഏറ്റവും വേഗതയുള്ള ഒന്നാണെങ്കിലും ഭൂമിയിൽ നിന്നുകൊണ്ട് സൂര്യനെ കാണുമ്പോൾ ഏകദേശം 8 മിനിറ്റും 20 സെക്കൻഡും പഴയ ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതായത് നാം കാണുന്നത് ഇപ്പോഴുള്ള സൂര്യനെ അല്ല, കുറച്ച് മിനിറ്റുകൾക്ക് മുൻപത്തെ സൂര്യനെയാണ്. കൂടാതെ സൂര്യൻ്റെ കേന്ദ്രത്തിലുണ്ടാകുന്ന ഫോട്ടോണുകൾ ഓരോ പാളിയും പുറത്തേക്ക് കടന്ന് പുറത്തെത്തുവാൻ ഏകദേശം 10,000 വർഷങ്ങൾ മുതൽ 1,70,000 വർഷത്തോളം സമയമെടുക്കും. സൂര്യൻ്റെ ഏറ്റവും പുറത്തുള്ള പാളി കൊറോണയാണ്. ഒരു പഴം കഴിക്കുമ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്ന പോലെ നമ്മൾ സൂര്യൻ്റെ പുറത്തെ അന്തരീക്ഷമായ കൊറോണയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ കാണുന്ന ഈ ചിത്രം നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി എന്ന SDO ഉപഗ്രഹം എടുത്ത ചിത്രമാണ്. 2010 വിക്ഷേപിച്ച ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം ഭൂമിയിലെ ജീവനും സാങ്കേതിക സംവിധാനങ്ങളെയും ബാധിക്കുന്ന
സൂര്യൻ്റെ വ്യതിയാനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക എന്നതായിരുന്നു. കണ്ണുകൊണ്ട് കാണാനാകാത്ത തരംഗദൈർഘ്യത്തിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിച്ച് നാസ സൂര്യൻ്റെ മുൻപ് ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത പല പ്രധാനപ്പെട്ട വിശദാംശങ്ങളും അന്ന് കണ്ടെത്തി. ഈ ചിത്രം 19.3 നാനോമീറ്റർ തരംഗദൈർഘ്യം, അതായത് എക്സ്ട്രീം അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചെടുത്തതാണ്. ഇതിൻ്റെ നിറത്തിൻ്റെ താപനില എന്നത് ഏകദേശം 1 ദശലക്ഷം കെൽവിനാണ്. ഇവിടെ നമുക്ക് സൂര്യൻ്റെ ഉയർന്ന കൊറോണ വ്യക്തമായി കാണാൻ സാധിക്കും. കൊറോണയെ ചിലപ്പോഴൊക്കെ നാം പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തെ പ്രകാശമണ്ഡലം മാത്രം പുറത്തു തെളിഞ്ഞു നിൽക്കും. എങ്കിലും SDO എടുത്ത ചിത്രം കൊറോണയെ വളരെയേറെ കൂടുതൽ വ്യക്തമായും വിശദമായും കാണിക്കുന്നുണ്ട്. അതിനാൽ ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതകരമായൊരു ഉപഗ്രഹമായിരുന്നു SDO. അടുത്തത് കൊറോണയുടെ താഴെ സംഭവിക്കുന്ന മറ്റൊരു വിസ്മയമാണ് സോളാർ ഫ്ലയറുകൾ. ഇവിടെ കാണുന്ന തിളക്കമാർന്ന പാടുകൾ സൂര്യൻ്റെ ഉപരിതലത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഭീമൻ ഊർജ വിസ്ഫോടനങ്ങളാണ്. 2022 ഓഗസ്റ്റ് മാസം സംഭവിച്ച അതിശക്തമായ സോളാർ ഫ്ലയറുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സോളാർ ഫ്ലയറുകൾ ഒരേ സമയം ഭീതിജനകവും മനോഹരവുമാണ്. സൂര്യനിൽ അലയടിക്കുന്ന പ്ലാസ്മ മൂലം അതിൻ്റെ കാന്തിക ക്ഷേത്രങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പുനഃസംഘടിക്കുമ്പോഴാണ് ഇവ ഉണ്ടാകുന്നത്. അടുത്തത് കൊറോണൽ ഹോൾസാണ്, സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ മറ്റൊരു വിചിത്ര പ്രതിഭാസം. ഇവിടെ പ്ലാസ്മ തണുത്തതും കുറഞ്ഞ സാന്ദ്രതയുള്ളതുമാണ്. സാധാരണ സൂര്യൻ്റെ കാന്തിക രേഖകൾ അടഞ്ഞ ലൂപ്പുകളായി തിരിച്ചു പോകും. പക്ഷേ കൊറോണൽ ഹോൾസിൽ കാന്തിക രേഖകൾ തുറന്ന നിലയിൽ പുറത്തേക്ക് നീളും. അതിലൂടെ സൗരക്കാറ്റ് അഥവാ സോളാർ വിൻഡ് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് ഒഴുകി പോകും. ഈ സൗരക്കാറ്റ് ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറുമായി കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അത്ഭുതകരമായ ഒറോറ ലൈറ്റുകൾ ആകാശത്ത് ദൃശ്യമാകും. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്ന് വലിയ ലൂപ്പുകളായി കൊറോണയിൽ വളയുന്ന പ്ലാസ്മ ദണ്ഡുകളാണ് സോളാർ പ്രോമിനൻസുകൾ അഥവാ സോളാർ ഫിലമെൻറ്റ്സ്. ഇവ ഭൂമിയേക്കാളും പല മടങ്ങ് വലിപ്പമുള്ളവയാണ്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും വലിപ്പം. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളത്തിൽ വരെ ഇവ വളരും. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവ രൂപപ്പെടും. എന്നാൽ മാസങ്ങളോളം നിലനിൽക്കുന്ന സ്ഥിരമായ പ്രോമിനൻസുകളുമുണ്ട്. സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ചിലപ്പോൾ മഴ പോലെ പെയ്യുന്ന വളരെ അത്ഭുതകരമായൊരു പ്രതിഭാസമുണ്ട്, കൊറോണൽ റെയിൻ. കൊറോണയിലേക്ക് ഉയർന്നു പോയ ചില പ്ലാസ്മകൾ വീണ്ടും തണുത്ത് സൂര്യനിലേക്ക് തിരിച്ചു പെയ്യും. ഇത് മനോഹരമായ പ്രകാശമഴ പോലെ തോന്നും എങ്കിലും ഇതിൻ്റെ താപനില ഇപ്പോൾ 1,000,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അടുത്തത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന CME. സൂര്യൻ്റെ കാന്തിക ക്ഷേത്രങ്ങൾ കടുത്ത സമ്മർദ്ദത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ബില്യൺ ടൺ പ്ലാസ്മ സൗരയൂഥത്തിലേക്ക് എറിയപ്പെടും. ഇവയെ കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME എന്നാണ് പറയുന്നത്. ഒരു ശക്തമായ CME ഭൂമിയെ നേരിട്ട് ബാധിച്ചാൽ അത് നമ്മുടെ സാറ്റലൈറ്റുകളെയും വൈദ്യുത ഗ്രിഡുകളെയും തകർത്ത് കളയും. സൂര്യനിലെ പ്രവർത്തനങ്ങളെല്ലാം നീണ്ടു നിൽക്കുന്നത് 11 വർഷക്കാലത്തെ സൈക്കിളായിട്ടാണ്, സോളാർ സൈക്കിൾ. സൂര്യൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥിരമായ ഒന്നല്ല. അത് ഏകദേശം 11 വർഷക്കാലത്തെ ചക്രത്തിൽ മാറി മാറിക്കൊണ്ടേയിരിക്കും. ചില വർഷങ്ങളിൽ സൂര്യൻ വളരെയേറെ ശാന്തനായിരിക്കും, എന്നാൽ ചിലപ്പോൾ അത്യന്തം സജീവവുമായിരിക്കും. അടുത്തത് ട്രാൻസിഷൻ റീജിയൻ ആണ്. കൊറോണയ്ക്കും ക്രോമോസ്ഫിയറിനും ഇടയിലുള്ള വളരെ ചെറുതായ പാളിയാണിത്. ഇവിടുത്തെ കനം വെറും 100 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള താപനില എന്നത് 8000 കെൽവിനിൽ നിന്ന് 5,00,000 കെൽവിൻ വരെ ഉയരും. ട്രാൻസിഷൻ റീജിയൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ക്രോമോസ്ഫിയർ. സൂര്യഗ്രഹണ സമയത്ത് ചുവന്ന പ്രകാശം തെളിയുന്നതിനുള്ള കാരണം ഇതാണ്. ഇവിടെ സ്പിക്യുൾസ് എന്നറിയപ്പെടുന്ന പ്ലാസ്മയുടെ നീണ്ട ചെറ്റുകൾ പുറത്തേക്ക് പൊങ്ങി വരുന്നത് കാണാം. ഇവയുടെ വേഗത 100 km/s വരെ എത്തും. അടുത്തത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന സൂര്യൻ്റെ ഉപരിതലമാണ് ഫോട്ടോസ്ഫിയർ. എന്നാൽ സൂര്യൻ യാതൊരു തരത്തിലും ഘനമായ ഒന്നല്ല. സൂര്യൻ മുഴുവനും പ്ലാസ്മ കൊണ്ട് നിർമ്മിതമാണ്. ഫോട്ടോസ്ഫിയറുടെ കനം ഏകദേശം 400 കിലോമീറ്ററോളമാണ്. ഇവിടെ സൺസ്പോട്ടുകൾ കാണാം. ചുറ്റുപാടുമുള്ള മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തണുത്ത പ്രദേശങ്ങൾ. ഇവിടെയാണ് പലപ്പോഴും സോളാർ ഫ്ലെയറുകൾ രൂപം കൊള്ളുന്നത്. ഫോട്ടോസ്ഫിയറിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറിയ കോശങ്ങൾ പോലുള്ള ഈ രൂപങ്ങളെയാണ്
ഗ്രാന്യൂളുകൾ എന്ന് പറയുന്നത്. ഓരോ ഗ്രാന്യൂളും ഏകദേശം 1000 കിലോമീറ്ററോളം വീതിയുള്ളവയാണ്. വെറും 20 മിനിറ്റ് മാത്രം ശരാശരി ആയുസ്സും. എന്നാൽ അവയിൽ വാതകത്തിൻ്റെ ഒഴുക്ക് 7 കിലോമീറ്റർ/സെക്കൻഡ് വരെ വേഗതയിലായിരിക്കും. നമുക്ക് ഇവിടെ വരെ മാത്രമേ പോകുവാൻ സാധിക്കൂ. ഇതിലപ്പുറത്തേക്ക് ആഴത്തിൽ സൂര്യൻ്റെ ഉള്ളിലേക്ക് മനുഷ്യന് ഇപ്പോൾ നോക്കാൻ കഴിയില്ല. ഫോട്ടോസ്ഫിയറിൻ്റെ അകത്തേക്ക് ഇമേജിംഗ് സാങ്കേതികവിദ്യ ഇതുവരെ വികസിപ്പിച്ചെടുത്തിയിട്ടുമില്ല. എങ്കിലും വ്യത്യസ്ത തരംഗദൈർഘ്യങ്ങൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നാം കണ്ടുപിടിച്ചത് പൊട്ടിത്തെറിക്കുന്ന സോളാർ ഫ്ലെയറുകൾ, വിസ്തൃതമായ കൊറോണൽ ഹോൾസ്, വിറങ്ങലിക്കുന്ന സ്പിക്യൂൾസ്, വിചിത്രമായ സൺസ്പോട്ടുകൾ, രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്യൂളുകൾ എല്ലാം സൂര്യൻ്റെ വിസ്മയകരമായ ചലനങ്ങളാണ്. സൂര്യൻ ഒരിക്കലും ശാന്തമായ ഒന്നല്ല. ഇത് ജീവനുള്ള, പ്രവർത്തനശേഷിയുള്ള ഒരു ഭീമൻ പന്താണ്. സൂര്യൻ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മാത്രമല്ല, ഇത് നിരന്തരമായ അത്ഭുതങ്ങളുടെ കലവറയാണ്. സൂര്യൻ വെറുമൊരു നക്ഷത്രമല്ല, നമ്മുടെ ജീവൻ്റെ ശ്വാസമാണ്. അതിൻ്റെ കേന്ദ്രത്തിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ഭൂമിയിലെ ഓരോ ജീവനും അനുഭവിക്കുന്ന പ്രകാശത്തെയും ചൂടിനെയും സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഗുരുത്വാകർഷണം ഇല്ലാതെ സൗരയൂഥം തന്നെ ഇല്ല. സൂര്യൻ്റെ കേന്ദ്രം മുതൽ കൊറോണ വരെ ഓരോ പാളിയും സ്വന്തം പ്രാധാന്യം വഹിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: സൂര്യനില്ലെങ്കിൽ ജീവിതം തന്നെയില്ല. അതിൻ്റെ ശക്തി നമ്മെ ഭയപ്പെടുത്തുന്നു എങ്കിലും അതേസമയം അതാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഉറവിടം. ഭൂമിയിൽ വെള്ളമൊഴുകാൻ, സസ്യങ്ങൾ വളരാൻ, ജീവൻ ശ്വസിക്കാൻ എല്ലാം സൂര്യൻ്റെ വരദാനമാണ്. അതിനാൽ സൂര്യനെ മനസ്സിലാക്കുന്നത് നമ്മുടെ തന്നെ കഥ മനസ്സിലാക്കുന്നത് പോലെയാണ്. കാരണം നമ്മളെല്ലാം ഈ നക്ഷത്രത്തിൻ്റെ കുട്ടികളാണ്. ഈ സൂര്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സൂര്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേടകമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സൂര്യൻ്റെ അന്തരീക്ഷത്തിനുള്ളിൽ കടന്ന പേടകം. സൂര്യൻ്റെ പ്രതലത്തെക്കാളും 100 മടങ്ങിലും കൂടുതൽ ചൂട് കൂടുതലുള്ള സൂര്യൻ്റെ ഏറ്റവും പുറത്തെ അന്തരീക്ഷമായ കൊറോണയ്ക്കുള്ളിൽ കടന്ന പേടകം പാർക്കർ സോളാർ പ്രോബ്. സൂര്യൻ്റെ കൊറോണയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി നാസ 2018 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഡെൽറ്റ എന്ന റോക്കറ്റിൽ വിക്ഷേപിച്ച പേടകമാണ് പാർക്കർ സോളാർ പ്രോബ്. ഈ പേടകത്തിന് സൂര്യനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണുള്ളത്. സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുടെ അളവും രൂപവും പിടിച്ചെടുക്കുന്നതിനും തരംഗങ്ങൾ, ആഘാതങ്ങൾ, കാന്തിക പുനഃസംയോജനം എന്നിവയുമായി ബന്ധപ്പെട്ട ഫീൽഡുകൾ മനസ്സിലാക്കുന്നതിനും അവയെപ്പറ്റി പഠനങ്ങൾ നടത്തുന്നതിനുമെല്ലാമായി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ. വൈവിധ്യമാർന്ന ഊർജ്ജകണങ്ങളെ അളക്കുന്നതിനും ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, അയോണുകൾ എന്നിവയുടെ ജീവിതചക്രങ്ങൾ, ഇവയെല്ലാം എവിടെ നിന്ന് വന്നു, എങ്ങനെ ത്വരിതപ്പെടുന്നു, എങ്ങനെ സൂര്യനിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകുന്നു, ഇവയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ISOIS അഥവാ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൺ എന്ന ഉപകരണവും കൊറോണയുടെയും ഇൻ്റർ ഹീലിയോസ്ഫിയറിൻ്റെയും ചിത്രങ്ങൾ വ്യക്തമായി പകർത്തുന്നതിനാവശ്യമായ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ഹീലിയം അയോണുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനും അവയുടെ വേഗത, സാന്ദ്രത, താപനില എന്നിവയെല്ലാം അളക്കുന്നതിനുമായി SWEAP അഥവാ സോളാർ വിൻഡ് ഇലക്ട്രോൺസ്, ആൽഫ ആൻഡ് പ്രോട്ടോൺസ് എന്ന ഉപകരണവും. സൂര്യൻ്റെ അന്തരീക്ഷത്തിനുള്ളിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ഈ പേടകത്തിൻ്റെ പുറത്ത് അനുഭവപ്പെടാൻ പോകുന്നത് ഇരുമ്പുരുകുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ചൂടാണ്. ഇത്രത്തോളം വലിയ താപനിലയെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള കാർബൺ കോമ്പോസിറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വലിയ ഷീൽഡാണ് പേടകത്തിൻ്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. പേടകത്തിൻ്റെ മുൻപിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ ഷീൽഡ് സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2009 പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതി 9 വർഷങ്ങൾക്ക് ശേഷം 2018 പൂർത്തിയായത്. 7 വർഷക്കാലത്തെ ദൗത്യത്തിനായി ഓഗസ്റ്റ് മാസം 12-ാം തീയതി വിക്ഷേപിച്ചു. ഒരു ചെറിയ കാറിൻ്റെ അത്ര വലിപ്പമുള്ള പാർക്കർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും സൂര്യൻ്റെ സമീപത്തേക്ക് പറന്നുയർന്നു. വളരെ വേഗതയിലാണ് ബഹിരാകാശത്തുകൂടെ ഇത് സൂര്യന് സമീപത്തേക്ക് പറന്നു പോകുന്നത്. ഈ സഞ്ചാരത്തിൽ വീനസിൻ്റെ സമീപത്തെത്തിക്കഴിഞ്ഞ് ശുക്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വേഗത കുറച്ചാണ് സൂര്യൻ്റെ സമീപത്തേക്ക് നീങ്ങിയത്. ഇത് സൂര്യനെ വലം വെച്ച് തിരികെ വീനസിൻ്റെ അടുത്തെത്തി വീണ്ടും സൂര്യൻ്റെ സമീപത്തേക്ക് പോകും.
ഈ ഒരു പാതയിലാണ് പാർക്കർ സോളാർ പ്രോബിൻ്റെ സഞ്ചാരം. ഓരോ തവണ വലം വെച്ച് കഴിയുന്തോറും സൂര്യൻ്റെ തൊട്ട് സമീപത്തേക്ക് വരുന്നതിന് വേണ്ടി ഭ്രമണപഥം ചുരുക്കി കൊണ്ടുവരും. ആദ്യം സൂര്യനെ വലം വെച്ച് തീർത്തിരുന്നത് 174 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ദൈർഘ്യം കുറച്ച് അത് 100 ദിവസങ്ങളായി മാറി. ഇന്നേ വരെ മനുഷ്യൻ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയ പേടകമാണിത്. 2021 ഏപ്രിൽ മാസം 21-ാം തീയതി സൂര്യനിൽ നിന്നും 1 കോടി കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ഈ പേടകം പറന്നുപോയത്. അന്ന് സഞ്ചരിച്ചത് മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ എന്ന വലിയ വേഗതയിലാണ്. അടുത്ത വർഷം, അതായത് 2025 ആകുമ്പോൾ സൂര്യൻ്റെ മധ്യഭാഗത്തു നിന്നും വെറും 69 ലക്ഷം കിലോമീറ്റർ മാത്രം ദൂരത്തിലൂടെ പറന്നു പോകും. മണിക്കൂറിൽ 6.9 ലക്ഷം കിലോമീറ്റർ ആയിരിക്കും അപ്പോഴത്തെ വേഗത. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, ട്രാൻസിഷൻ റീജിയൻ, കൊറോണ എന്നീ 4 ലെയറുകൾ ഉള്ള സൂര്യൻ്റെ അന്തരീക്ഷത്തിന് 80 ലക്ഷം കിലോമീറ്ററോളം വലിപ്പമുണ്ട്. അതായത് പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേടകമാണ്. സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും ഈ പേടകത്തിന് സാധിക്കും. അങ്ങനെ സൂര്യൻ്റെ കൊറോണ, സോളാർ വിൻഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്നിവയെപ്പറ്റി നിരന്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പുറത്തെ പാളിയെയാണ് കൊറോണ എന്ന് വിളിക്കുന്നത്. ഈ പ്രദേശത്ത് വളരെ കട്ടി കുറഞ്ഞ പ്ലാസ്മ എന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ചൂടിൽ പദാർത്ഥം നിലനിൽക്കുന്ന അവസ്ഥ. സൂര്യൻ്റെ കൊറോണ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തേക്കാൾ ഒരുപാട് കട്ടി കുറഞ്ഞതാണ്. സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് സൂര്യൻ്റെ ഈ കൊറോണയെ കാണുവാൻ സാധിക്കും. സൂര്യൻ്റെ ഉപരിതല താപനിലയേക്കാൾ ഒരുപാട് കൂടുതൽ താപനിലയാണ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ പുറംപാളിയായ ഈ കൊറോണയ്ക്കുള്ളത്. സൂര്യൻ്റെ ഉപരിതലത്തിൽ 5510 ഡിഗ്രി സെൽഷ്യസാണ് താപനില എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ സൂര്യൻ്റെ കൊറോണയ്ക്ക് 36 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ താപനിലയാണുള്ളത്. സൂര്യനിൽ നിന്നും വരുന്ന സൗരക്കാറ്റ് അഥവാ സോളാർ വിൻഡ് എന്നത് കൊറോണയിൽ നിന്നും പുറത്തു വരുന്ന പ്ലാസ്മയും റേഡിയേഷനുമാണ്. ഈ സോളാർ വിൻഡ് വഴി സൂര്യനിൽ നിന്നും നിരന്തരം വലിയ തോതിൽ സോളാർ മാസ് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് വലിയ തോതിൽ നടക്കുന്ന പ്രക്രിയയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME എന്ന് പറയുന്നത്. അതായത് സൂര്യൻ്റെ കൊറോണയിൽ നിന്നും ചാർജ് കണങ്ങളുടെ ഏകദേശം 10 ദശലക്ഷം ടൺ വരുന്ന പ്ലാസ്മയുടെയും അതിനോടൊപ്പം തന്നെ കാന്തിക വലയങ്ങളുടെയും വൻതോതിലുള്ള പുറന്തള്ളലാണ് CME. നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി ഇത് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ജിയോ മാഗ്നറ്റിക് സ്റ്റോം. ഇത് ശക്തിയായി സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ റേഡിയോ ട്രാൻസ്മിഷൻ എല്ലാം തകരാറിലാകും. എല്ലാ സാറ്റലൈറ്റുകളും വഴിയുള്ള ആശയവിനിമയങ്ങളെല്ലാം തകരും. GPS വരെ തകരാറിലായി പോകും. ഇതുപോലെ തന്നെ നമ്മുടെ വൈദ്യുത വിതരണ ശൃംഖലയ്ക്കും തകരാറുകൾ സംഭവിക്കും. ഉപകരണങ്ങളെല്ലാം പ്രവർത്തനരഹിതമാകാൻ തുടങ്ങും. നമ്മൾ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യകളെയും ഉപകരണങ്ങളെയും എല്ലാം നശിപ്പിക്കുവാൻ സൂര്യൻ്റെ ഈ കൊറോണൽ മാസ് ഇജക്ഷന് സാധിക്കും. അതുകൊണ്ട് തന്നെ സൂര്യനെ നിരന്തരം നിരീക്ഷിക്കുക എന്നത് നമുക്ക് അത്യാവശ്യമാണ്. പാർക്കർ സോളാർ പ്രോബ് അടക്കം പല ബഹിരാകാശ പേടകങ്ങളും ബഹിരാകാശത്ത് നിന്നുകൊണ്ട് സൂര്യനെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഭൂമിയിലെ പല നിരീക്ഷണ കേന്ദ്രങ്ങളിലുമുള്ള ശക്തമായ ടെലസ്കോപ്പുകളും സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട്. അവ കണ്ട ചില അത്ഭുത കാഴ്ചകൾ നമുക്ക് കാണാം. സൂര്യൻ്റെ പ്രതലത്തിൽ കാണപ്പെട്ട ഒരു സൗര തിരമാല. സൂര്യൻ്റെ പ്രതലത്തിൽ സംഭവിച്ച പ്ലാസ്മയുടെ അതിമനോഹരമായൊരു പൊട്ടിത്തെറി. മാഗ്നറ്റിക് ഫീൽഡുകൾ പുറന്തള്ളുന്ന സമയത്തുണ്ടായ അതിമനോഹരമായൊരു ഫ്ലാഷ്. സൂര്യൻ്റെ പ്രതലത്തിൽ കണ്ട മനോഹരമായൊരു സോളാർ ലൂപ്പ്. വലിയ തരത്തിൽ പ്ലാസ്മ പൊട്ടിത്തെറിക്കുന്ന അത്ഭുതകരമായൊരു ദൃശ്യം. ഭൂമിയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ എന്ന പ്രദേശത്തിൻ്റെ ചിത്രമാണിത്. ഇവിടെയാണ് ഫോട്ടോണുകൾ ഉണ്ടാകുന്നത്. സൂര്യനിൽ മാഗ്നറ്റിക് ഫീൽഡുകൾക്കുണ്ടാകുന്ന വ്യതിയാനം മൂലം സംഭവിക്കുന്ന വളരെ വിചിത്രമായ ക്യാമ്പ് ഫയർ എന്ന പ്രതിഭാസം. പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഈ പേടകത്തിന് ഒരിക്കലും സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത മൂലം സൂര്യൻ്റെ ചിത്രങ്ങൾ പകർത്തുവാൻ സാധിക്കുകയേയില്ല. എന്നാൽ കൊറോണയിൽ നിന്നും പുറത്തു വരുന്ന പദാർത്ഥങ്ങളെ നിരീക്ഷിക്കുവാൻ സാധിക്കും. പാർക്കർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
സൂര്യനിൽ നിന്നും സോളാർ വിൻഡ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് പാർക്കർ പേടകത്തിലൂടെയാണ്. ഹവായിൽ സ്ഥാപിച്ചിട്ടുള്ള ശക്തിയേറിയ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിലൂടെ നമ്മൾ നിരന്തരം സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ടെലസ്കോപ്പ് ചിത്രീകരിച്ച സൂര്യൻ്റെ ചിത്രമാണിത്. ഇതാണ് സൂര്യൻ്റെ യഥാർത്ഥ പ്രതലം. ഫോട്ടോസ്ഫിയർ എന്നാണ് ഈ പ്രതലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് ഫോട്ടോണുകൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഫോട്ടോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സൂര്യൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുമാണ് നമ്മിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത്. ഈ ടെലസ്കോപ്പിലൂടെ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂര്യനിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ശാസ്ത്രജ്ഞന്മാർക്ക് പ്രവചിക്കാൻ സാധിച്ചു. ഭീകരമായ ഒരു പൊട്ടിത്തെറി സംഭവിച്ച് സൂര്യനിൽ നിന്നും വലിയ തോതിൽ സോളാർ ഫ്ലെയിം പുറത്തു വരും എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോസ്ഫിയർ എന്ന പ്രദേശമാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ടെലസ്കോപ്പിലൂടെ ക്രോമോസ്ഫിയറിനെ വരെ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചിത്രമാണ്. ഒരുപാട് സൂം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ വിചിത്രമായൊരു ചിത്രമാണ്. ഒരുപാട് കല്ലുകൾ പ്രത്യേക തരത്തിൽ അടക്കി വെച്ചിരിക്കുന്നത് പോലെ വളരെ വ്യത്യസ്തമായൊരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചെറിയ കല്ലുകൾ പോലെ തോന്നിക്കുന്ന ഓരോ ഭാഗത്തിൻ്റെയും വലിപ്പം 1600 കിലോമീറ്ററുകളോളമാണ്. സോളാർ ഓർബിറ്റർ എന്ന സൂര്യൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഓർബിറ്റർ ചിത്രീകരിച്ച വളരെ വിചിത്രവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു പ്രതിഭാസമുണ്ട്. സോളാർ ഹീൽ ഷോക്ക് എന്നറിയപ്പെടുന്ന ആ പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രതിഭാസത്തിന് എന്താണ് കാരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നാളിതുവരെ നമുക്ക് സാധിച്ചിട്ടേയില്ല. സൂര്യനിൽ ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്ന പ്രദേശത്തിന് ഏകദേശം 25,000 കിലോമീറ്ററോളം വലിപ്പമുണ്ട്. സോളാർ ഹീൽ ഷോക്കിലൂടെ പുറത്തേക്ക് വരുന്ന വാതകങ്ങളുടെ താപനില എന്നത് 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. സൂര്യൻ്റെ ദക്ഷിണ ധ്രുവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന സൂര്യനിൽ സംഭവിക്കുന്ന വളരെ വിചിത്രമായ മറ്റൊരു പ്രതിഭാസമാണിത്. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡുകൾക്കുണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് സൂര്യനിൽ ഈ ഒരു വിചിത്രമായ പ്രതിഭാസം സംഭവിക്കുന്നത്. നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി എന്ന SDO ഉപഗ്രഹം സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അത്ഭുതകരമായ കാഴ്ച കാണുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിൽ ഭൂമിയേക്കാളും 50 മടങ്ങോളം വലിപ്പമുള്ള ഒരു വലിയ കറുത്ത മേഖല. ഒരിക്കലും ഇത്രയും വലുത് കണ്ടിട്ടേയില്ല. അതിനെ കറുത്ത ദ്വാരം എന്ന് വിളിച്ചാലും അത് യഥാർത്ഥത്തിൽ ഒരു ദ്വാരമല്ല. അത് സൂര്യൻ്റെ കൊറോണയിൽ രൂപപ്പെട്ട ഒരു കൊറോണൽ ഹോളാണ്. സൂര്യൻ്റെ ചുറ്റുമുള്ള അതിവേഗ പ്ലാസ്മയുടെ സമുദ്രത്തിൽ താപനില വളരെ കുറവുള്ള, മാഗ്നറ്റിക് ഫീൽഡ് തകരുന്ന, ഊർജം കുറഞ്ഞ, വിചിത്രവും അപകടകരവുമായ ഒരു മേഖലയാണിത്. എക്സ്റേ, അൾട്രാവയലറ്റ് ചിത്രങ്ങളിൽ ഇവ പിച്ച് ബ്ലാക്കായി പ്രത്യക്ഷപ്പെടും. ഈ കൊറോണൽ ഹോളുകൾ സാധാരണയായി സൂര്യൻ്റെ 11 വർഷക്കാലത്തെ സൈക്കിളിൽ സോളാർ മിനിമം സമയത്ത് കൂടുതലായിരിക്കും കണ്ടുവരിക. പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൗര മാക്സിമത്തിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയൊരു കൊറോണൽ ഹോൾ രൂപപ്പെടുന്നത് അത്യന്തം അസാധാരണമാണെന്നും അതിനാൽ ഇത് കൂടുതൽ അപകടകരമാണ് എന്നുമാണ്. കാരണം ഈ ഇരുണ്ട മേഖലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സൂര്യകണങ്ങൾ അത്യന്തം വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. സാധാരണ കണങ്ങളിൽ നിന്നും ഇരട്ടിയിലും അധികം വേഗതയിൽ. ഈ ഉയർന്ന വേഗതയിലുള്ള സോളാർ വിൻഡുകൾ ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡിനെ അടിച്ച് നേരെ തകർത്ത് കളയും. ഇതിൻ്റെ ഫലമായി GPS സിസ്റ്റങ്ങൾ തെറ്റായി പ്രവർത്തിക്കാൻ തുടങ്ങും. റേഡിയോ, റഡാർ കമ്മ്യൂണിക്കേഷനുകളെല്ലാം നിലച്ചു പോകും. വിമാനങ്ങളുടെ പാതകൾ തെറ്റും. പവർ സ്റ്റേഷനുകളുടെ സർക്യൂട്ടുകൾ കത്തിപ്പോകും. ഉപഗ്രഹങ്ങൾ നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് തിരികെ വീഴും. ഈ ജിയോ മാഗ്നറ്റിക് സ്റ്റോമുകളുടെ പ്രഭാവം മൃഗലോകത്തെയും ബാധിക്കും. ഹോമിംഗ് പിഞ്ചൻസ് വഴിതെറ്റും. തിമിംഗലങ്ങളെല്ലാം തീരത്ത് കൂട്ടമായി അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഇതെല്ലാം വെറുമൊരു കൊറോണൽ ഹോളിൻ്റെ മാത്രം പ്രതിഫലനങ്ങളാണ്. ഈ വർഷം മുതൽ ഭീകരമായ സൗരക്ഷോഭങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് NOAA മുന്നറിയിപ്പ് തരുന്നത്. NOAAയിലെ സ്പേസ് വെതർ പ്രഡിക്ഷൻ സെൻറ്ററിലെ വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ സൂര്യൻ സജീവമല്ലെന്ന് തോന്നിപ്പോയെങ്കിലും ഇപ്പോൾ സൂര്യൻ സോളാർ മാക്സിമത്തിലേക്ക് അമിത വേഗതയിൽ കടക്കുകയാണ്. അതായത് കൂടുതൽ ശക്തമായ സൗരക്ഷോഭങ്ങളും കൂടുതൽ വലിയ കൊറോണൽ ഹോളുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷം വരെ ചൂട് കൂട്ടുന്ന ഈ കൊടുങ്കാറ്റുകൾ നമ്മുടെ സാങ്കേതിക സമ്പ്രദായങ്ങളെയെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ തന്നെ തകർത്ത് കളയും. സൂര്യൻ്റെ അന്തരീക്ഷം എവിടെയാണ് അവസാനിക്കുന്നത് എന്നത് പതിറ്റാണ്ടുകളോളമായി ശാസ്ത്രലോകത്തെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. ആൽഫ ആൻഡ് ക്രിട്ടിക്കൽ സർഫസ് കടന്നു കഴിഞ്ഞാൽ സൂര്യകണങ്ങൾ
സൂര്യനിലേക്ക് ഒരിക്കലും തിരിച്ചെത്തുകയില്ല. പാർക്കർ പ്രോബ് ഇതിൻ്റെ അതിരിന് 14.97 സൂര്യ റേഡിയസിൽ എത്തിയപ്പോഴേക്കായിരുന്നു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത്. അത് സൂര്യൻ്റെ അന്തരീക്ഷത്തിനുള്ളിലേക്ക് കടന്നു. മനുഷ്യൻ ആദ്യമായി സൂര്യൻ്റെ കൊറോണ തൊട്ട നിമിഷം. അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സ്യൂഡോ സ്ട്രീമേഴ്സ് എന്ന വിചിത്രമായ പ്ലാസ്മ തരികൾ അതിനെ ചുറ്റിയെടുത്തു. കണങ്ങൾ മന്ദഗതിയിലായി. മാഗ്നറ്റിക് ഫീൽഡുകൾ അതിവേഗ കണങ്ങളെ തടയുവാൻ തുടങ്ങി. പ്രോബിന് ചുറ്റിലും എല്ലാം മാറി മറിഞ്ഞു. സോളാർ വിൻഡിൽ സിക്സാങ് ആകൃതിയിലുണ്ടാകുന്ന ഈ സ്വിച്ച് ബാക്കേഴ്സ് ശാസ്ത്രലോകത്തെ മുഴുവൻ അതിശയിപ്പിച്ചു. ഇവയുടെ ഉറവിടം എവിടെയായിരിക്കും? സൂര്യൻ്റെ ഉപരിതലത്തിൽ തന്നെ ആയിരിക്കുമോ? പാർക്കർ പ്രോബ് ലഭിച്ച പുതിയ ഡേറ്റകൾ വ്യക്തമാക്കുന്നത് സ്വിച്ച് ബാക്സ് രൂപം കൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിലാണെന്നാണ്. അവ അവിടെ നിന്നും വീണ്ടും കൊറോണയിലേക്ക് ഉയരുന്നു. സോളാർ വിൻഡിൻ്റെ മുഖ്യ ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സ്വിച്ച് ബാക്കേഴ്സിൻ്റെ രഹസ്യം പരിഹരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ കൊറോണ എങ്ങനെയാണ് മില്യൺ ഡിഗ്രി ചൂടാകുന്നത് എന്ന ദീർഘകാലമായ സംശയങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർക്കർ സോളാർ പ്രോബ് ദിവസങ്ങൾ കഴിയുന്തോറും സൂര്യനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 8.86 റേഡിയസ് വരെ അടുക്കും. ഓരോ പറക്കലും സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മൂല്യമേറിയ അറിവുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാലഘട്ടങ്ങളിൽ കൂടുതൽ ശക്തമായ സ്പേസ് വെതർ സംഭവങ്ങൾ ഭൂമിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉപഗ്രഹങ്ങളെയും പവർ ഗ്രിഡുകളെയും തകർക്കുന്ന കാരിങ്ടൺ ലെവൽ സോളാർ സ്റ്റോം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. നമ്മുടെ ആകാശഗംഗയിലെ ഏറ്റവും പ്രഭാവശാലിയായ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഇന്നും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. നാസയുടെ പാർക്കർ പ്രോബ് നൽകുന്ന ഈ പുതിയ കണ്ടെത്തലുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ അന്വേഷണങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നമ്മെ ജീവിപ്പിക്കുന്നു, എന്നാൽ അതേസമയം നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളെയെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ തകർക്കാൻ ശക്തിയുള്ള ഒരു ഭീമൻ ശക്തി കേന്ദ്രവുമാണ്. സൂര്യനെ മനസ്സിലാക്കുവാൻ, സൂര്യൻ്റെ സ്വഭാവത്തെപ്പറ്റി പഠിക്കുവാൻ, സൂര്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുവാനുള്ള മനുഷ്യൻ്റെ ശ്രമം ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടേയില്ല. ബില്യൺ വർഷങ്ങളോളമായി നമ്മുടെ ആകാശത്ത് നിന്ന് ശാന്തമായി പ്രകാശം പകർന്നുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സൂര്യൻ വെറുമൊരു നക്ഷത്രമല്ല, ഒരിക്കലും കണക്കാക്കാനാവാത്ത ശക്തിയുടെ പ്രതീകമാണ്. ഒരു ദിവസം സൂര്യൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും നമ്മുടെ ഭൂമിയിലെ സാങ്കേതിക ഹൃദയങ്ങളെ മുഴുവൻ തകർക്കാൻ മതിയാകുന്നതാണ്. നാസയുടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ കൊറോണ തൊട്ട ആദ്യ യാത്രയായപ്പോൾ മനുഷ്യർക്ക് ഒരു സത്യം വീണ്ടും മനസ്സിലായി. നാം ഇപ്പോഴും സൂര്യനെക്കുറിച്ച് അറിയുന്നത് അറിയാത്തതിൻ്റെ തിരമാലയിലെ ഒരു ചെറിയ തുള്ളി മാത്രമാണ്. ഇന്ന് കണ്ട ഭീമാകാരമായ കൊറോണൽ ഹോളുകളോ അതിലൂടെ പുറത്തു വരുന്ന സൂപ്പർ ഫാസ്റ്റ് സോളാർ വിൻഡുകളോ നാളെ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് ആരും അറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സൂര്യൻ്റെ കഥ ഇപ്പോൾ മാത്രമാണ് തുടങ്ങുന്നത്. ഭാവിയിലെ കണ്ടെത്തലുകൾ നമ്മെ അത്ഭുതപ്പെടുത്താനും ഭീതിപ്പെടുത്താനും മനുഷ്യശാസ്ത്രത്തിൻ്റെ അതിർവരുമ്പുകൾ പുതുക്കാനും പോകുന്നതായിരിക്കും. അനന്തമായ ഈ പ്രകാശ സമുദ്രത്തിലേക്ക് നമ്മൾ യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഓരോ കണത്തിലും ഓരോ തിളക്കത്തിലും ഒരിക്കൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുത മറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ രക്ഷകനും ഒരേ ആൾ തന്നെയാണ്. ഇതുവരെ സൂര്യൻ തൻ്റെ ജീവിതകാലത്തിൻ്റെ പകുതിയോളം ജീവിച്ചു കഴിഞ്ഞു. നിഗമനങ്ങൾ പ്രകാരം ഇനി 500 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സൂര്യൻ ചുവന്ന ഭീമനായി വലിപ്പം വയ്ക്കാൻ തുടങ്ങും. അതായത് സൂര്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. ആ സമയമാകുമ്പോഴേക്കും സൂര്യൻ്റെ കേന്ദ്രഭാഗത്തുള്ള ഹൈഡ്രജൻ പൂർണ്ണമായും തന്നെ ഹീലിയമായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഫ്യൂഷൻ റിയാക്ഷൻ നിലയ്ക്കുമ്പോൾ ഗ്രാവിറ്റി മൂലം കോർഭാഗം ചുരുങ്ങുകയും ചെയ്യും. പിന്നീട് കോറിന് പുറത്തുള്ള റേഡിയേഷൻ സോണിലെ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം മൂലം സൂര്യൻ്റെ പുറംഭാഗം മുഴുവൻ വലിയ തോതിൽ വികസിക്കാൻ തുടങ്ങും. അതായത് സൂര്യൻ ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറാൻ തുടങ്ങും. സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൂടുന്തോറും ഗ്രഹങ്ങളിലെ താപനില മുഴുവൻ മാറി മറിയും. ഈ സാഹചര്യത്തിൽ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായ മെർക്കുറി എന്ന ബുധൻ്റെ ഉപരിതലം മുഴുവൻ ചുട്ടുപഴുക്കാൻ തുടങ്ങും. 700 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായിരിക്കും ബുധൻ്റെ ഉപരിതലത്തിലെ താപനില. മെർക്കുറിയുടെ അന്തരീക്ഷത്തിലുള്ള സോഡിയം കണങ്ങൾ മുഴുവനും ബഹിരാകാശത്തേക്ക് പോവുകയും
ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഒരു വലിയ വാൽനക്ഷത്രം പോലെ നമുക്ക് കാണപ്പെടുകയും ചെയ്യും. മെർക്കുറിയുടെ ധ്രുവപ്രദേശങ്ങളിലുണ്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഖരജലം മുഴുവൻ വറ്റിപ്പോകും. ഒരു ചെറിയ തീഗോളം പോലെയായി മാറും ബുധൻ. അടുത്തത് വീനസ് എന്ന ശുക്രനാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും 90 മടങ്ങിലും കൂടുതൽ കട്ടിയുള്ള 3 ലെയർ മേഘങ്ങൾ അടങ്ങിയ ബുധന്റെ അന്തരീക്ഷം ആകെ മാറി മറിയും. സൂര്യനിൽ നിന്നും വരുന്ന തീവ്രമായ റേഡിയേഷനും സോളാർ വിൻഡും ഈ കട്ടി കൂടിയ അന്തരീക്ഷത്തെ പരിപൂർണമായും നശിപ്പിച്ച് കളയും. സൂര്യൻ്റെ ചൂടേറ്റ് വീനസിൻ്റെ ഉപരിതലം മുഴുവൻ ചുട്ടുപഴുക്കാൻ തുടങ്ങും. മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ സൗരയൂഥത്തിൽ ഏറ്റവും പതിയെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. ഒരു തവണ സൂര്യനെ വലം വെച്ച് തീർക്കുന്നതിനേക്കാളും കൂടുതൽ സമയം വേണം ശുക്രന് ഒരു തവണ അച്ചുതണ്ടിൽ ഭ്രമണം പൂർത്തിയാക്കുവാൻ. എന്നാൽ വളരെ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ശുക്രൻ്റെ അന്തരീക്ഷം പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീനസ് സൂര്യനുമായി ടൈഡലി ലോക്ക്ഡായി മാറും. അതായത് ഒരു വശം എപ്പോഴും സൂര്യന് അഭിമുഖമായി ഇരിക്കും. ഇതിൻ്റെ ഫലമായി സൂര്യൻ്റെ ചൂടേറ്റ് അഭിമുഖമായിരിക്കുന്ന വശം മുഴുവൻ ചുട്ടുപഴുക്കും. അടുത്തത് നമ്മുടെ ഭൂമിയാണ്. സൂര്യൻ റെഡ് ജയൻ്റായി മാറുന്ന സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വളരെയേറെ ഉയരും. ശരാശരി 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ഭൂമിയുടെ ഉപരിതലത്തിലെ ജലം മുഴുവൻ നീരാവിയായി മാറാൻ തുടങ്ങും. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതെ ജലം മുഴുവൻ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോകും. അങ്ങനെ ഭൂമി ജലമില്ലാതെ വറ്റിവരേണ്ട മരുഭൂമിയായി മാറും. ജീവൻ്റെ പ്രധാന ഘടകമായ ജലം ഇല്ലാതാകുന്നതോടെ നമ്മുടെ ഭൂമിയിലെ ജീവൻ മുഴുവൻ നശിക്കാൻ തുടങ്ങും. അവസാനം ജീവനില്ലാത്ത ഒരു പാറക്കെട്ട് മാത്രമായി മാറും ഭൂമി. അടുത്തത് മാർസ് എന്ന ചൊവ്വയാണ്. ചുവന്ന ലോകം എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെയേറെ കനം കുറഞ്ഞ ദുർബലമായൊരു അന്തരീക്ഷമാണ് ചൊവ്വയ്ക്കുള്ളത്. സൂര്യൻ വലുതാകാൻ തുടങ്ങുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത അമിതമായി വർദ്ധിച്ച് ഈ ദുർബലമായ അന്തരീക്ഷത്തെ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയും. അതോടൊപ്പം ചൊവ്വയുടെ ഉപരിതലത്തിലെ താപനില വളരെയേറെ വർദ്ധിക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ തണുത്ത പ്രദേശങ്ങളാണ്. ചൊവ്വയുടെ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നത് 11 ലക്ഷം മുതൽ 19 ലക്ഷം വരെ ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബെൽറ്റാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ഈ ചിഹ്നഗ്രഹ വലയത്തിനുള്ളിൽ ധാരാളം ഐസ് കട്ടകളുണ്ട്, അതായത് ഐസ് നിറഞ്ഞു കിടക്കുന്ന ഉൽക്കകൾ. ഇവയെല്ലാം സൂര്യൻ്റെ ചൂടേറ്റ് ഉരുകി ഇല്ലാതെയായി പോകും. അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വാതക ഭീമൻ ജൂപ്പിറ്റർ എന്ന വ്യാഴമാണ്. ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിൽ മീഥേനും ജലകണികകളുമുണ്ട്. ഇവ സൂര്യൻ്റെ ചൂടേറ്റ് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കും. ജൂപ്പിറ്ററിൽ വളരെ ശക്തമായ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നത് മൂലം ഈ കാറ്റിൻ്റെ വേഗത അമിതമായി വർദ്ധിക്കും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമേ വ്യാഴത്തിൽ സംഭവിക്കുകയുള്ളൂ. കാരണം ഈ വാതക ഭീമനുള്ളിൽ ഹൈഡ്രജനും ഹീലിയവുമാണ് കൂടുതലായിട്ടുള്ളത്. സൂര്യൻ്റെ ഊർജ്ജം മൂലം ഇവയ്ക്ക് യാതൊന്നും സംഭവിക്കാനുള്ള സാധ്യതകളില്ല. സൂര്യൻ റെഡ് ജയൻ്റായി മാറുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്ന ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖല ഈ പ്രദേശത്ത് ആയിരിക്കുകയില്ല. ജൂപ്പിറ്ററും സാറ്റേണും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഒരുപക്ഷെ ആ സമയമാകുമ്പോഴേക്കും മനുഷ്യൻ ഈ ഉപഗ്രഹങ്ങളെയെല്ലാം ഭൂമിയെപ്പോലെയാക്കി മാറ്റിയിട്ടും ഉണ്ടാകാം. അടുത്തത് ഏറ്റവും സുന്ദരമായ സാറ്റേൺ എന്ന ശനിയാണ്. ജൂപ്പിറ്ററിൽ സംഭവിച്ചതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുകയും വളരെ ശക്തമായ കാറ്റുകൾ വീശിയടിക്കുകയും ചെയ്യാം. കൂടാതെ റെഡ് ജയൻ്റായി മാറിയ സൂര്യൻ കാരണം അതിമനോഹരമായ ഇളം മഞ്ഞ നിറമുള്ള ശനിയുടെ നിറം ചുവപ്പായി മാറും. ഇത്രത്തോളം കാലം കഴിയുമ്പോഴേക്കും ശനിയുടെ മനോഹരമായ വലയങ്ങളെല്ലാം പരിപൂർണമായും ഇല്ലാതെയാകും. ശനിയുടെ ടൈറ്റൻ അടക്കമുള്ള ഉപഗ്രഹങ്ങളിൽ അന്ന് മനുഷ്യവാസം സാധ്യമാകും. അടുത്തത് സൗരയൂഥത്തിലെ 3ാമത്തെ വലിപ്പം കൂടിയ ഗ്രഹമായ യുറാനസ് ആണ്. സൂര്യൻ്റെ അമിതമായ ചൂട് കാരണം അന്ന് ഹാബിറ്റബിൾ സോണിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന യുറാനസിൽ ജൂപ്പിറ്ററിലും സാറ്റേണിലും സംഭവിക്കുന്നത് പോലെ തന്നെ നിരന്തരം അതിശക്തമായ കാറ്റ് വീശിയടിച്ചുകൊണ്ടേയിരിക്കും. കൂടാതെ മഞ്ഞുലോകങ്ങളായിരിക്കുന്ന ഉപഗ്രഹങ്ങളെല്ലാം സമുദ്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഓഷ്യൻ വേൾഡായി മാറും.
ഇനിയുള്ളത് സൂര്യനിൽ നിന്നും കോടാനുകോടി കിലോമീറ്ററുകൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണാണ്. യുറാനസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അന്ന് നെപ്റ്റ്യൂണിലും സംഭവിക്കുകയുള്ളൂ. സൂര്യൻ ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സൗരയൂഥത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. ഈ 40 മിനിറ്റോളം നീണ്ട യാത്രയിൽ നമ്മൾ സൂര്യനെ പല വശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ രൂപീകരണം, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഊർജം, ഉപരിതലത്തിലെ സൺസ്പോട്ടുകളും സോളാർ ഫ്ലെയറുകളും, ഭൂമിയിലെ കാലാവസ്ഥയിലും ജീവന്റെ നിലനിൽപ്പിലും സൂര്യൻ്റെ പങ്ക്, സൂര്യൻ്റെ അവസാനം. ഇതിൽ നിന്നും വ്യക്തമായത് ഒരു കാര്യമാണ്: സൂര്യൻ വെറും ആകാശത്ത് കാണുന്ന ഒരു പ്രകാശഗോളം മാത്രമല്ല, അത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രധാന ഊർജത്തിൻ്റെ ഉറവിടമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ പവർ മുതൽ സസ്യങ്ങൾ നടത്തുന്ന ഫോട്ടോസിന്തസിസ് വരെ എല്ലാം അതിൻ്റെ ഊർജത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും സൂര്യൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം സൂര്യൻ ശാശ്വതമല്ല എന്നും നമ്മൾ കണ്ടു. ഇപ്പോൾ ഇത് തൻ്റെ സ്ഥിരഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അതിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ശാസ്ത്രം നമ്മോട് വ്യക്തമാക്കി പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നത് വെറും ജ്യോതിശാസ്ത്ര വിഷയം മാത്രമല്ല, ഇത് നമ്മുടെ ഭാവിയെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സൂര്യനെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.